എല്ലാവർക്കും നമസ്കാരം. മുബഷീർ വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കണ്ട ഒരുപാട് പേര് നല്ല കമൻസും ഫീഡ്ബാക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയി ഞാൻ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ തന്ന കമൻസ് ഇൻപുട്സൊക്കെ ഞാൻ കൺസിഡർ ചെയ്തു. അതുപോലെ ഞാൻ ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു, ഇനിയും ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മട്ടൺ പംകിൻ. ഇത് ശരിക്കും ഒരു പാകിസ്ഥാനി ഡിഷാണ്, അതേപോലെ ഇന്തോനേഷ്യയിലുണ്ട്. ഞാനേതായാലും ഒരു കേരള സ്റ്റൈൽ ഉള്ള രീതിയിലേക്കാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും സ്ലൈസ് മട്ടൺ എല്ലാം റെഡിയാണ്. അപ്പോൾ ആദ്യം നമ്മളെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിന് വേണ്ടുന്ന അരവ് റെഡിയാക്കി വെക്കണം. മിക്സിയിലിട്ട് അരക്കേണ്ട സാധനങ്ങൾ മിക്സിയിലിട്ടിട്ട് റെഡിയാക്കണം. കോക്കനട്ട്, പെപ്പർ, റെഡ് ചില്ലി, ജിഞ്ചർ, ഗാർലിക്, എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മസാലപ്പൊടികളും. അപ്പോൾ നമ്മുടെ അരവ് റെഡിയാണ്. ഇനി കുക്കിങ്ങിലോട്ട് പോവാം. പാൻ ചൂടായാൽ ഓയിൽ ഒഴിക്കുക. ഗരം മസാല, ഉള്ളി ഇതിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. തക്കാളിയും പച്ചമുളകും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കറിവേപ്പില ചേർക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്തങ്ങ ഇതിലേക്ക് ചേർക്കാനുള്ള സമയം കേട്ടോ. അരച്ച മസാല ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ കറിയിലേക്ക് മട്ടൺ ചേർക്കാനുള്ള സമയമായി. മല്ലിയില ചേർക്കുക, നന്നായി ഒന്ന് ഇളക്കുക. അതിനുശേഷം ഒരു 20-25 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മട്ടൺ പംകിൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടെ നന്നായി കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സമയം അടച്ചു വെക്കുവാണ്. അപ്പോൾ ഫുഡ് സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഔട്ട്ഡോർ റെക്കോർഡിംഗ് ആണ്. എൻ്റെ കൂടെ അനസുണ്ട്, നമ്മുടെ ചങ്കാണ്, നമ്മുടെ ബോസാണ്. അപ്പോൾ അനസ് എന്നെ കൊണ്ടുപോവാണ്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ ഫ്ലാഗ് പോൾ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫ്ലാഗ് പോൾ ഇവിടെ ജിദ്ദയിലാണല്ലോ. അപ്പോൾ അത് അനസ് നമ്മളോട് പറഞ്ഞു കൊണ്ടുപോയി കാണിക്കാം. അപ്പോൾ ചെറിയൊരു റോഡ് ട്രിപ്പ് പോലെ ആക്കിയിട്ടേ അത് കാണിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ. അനസിൻ്റെ ആത്മവിശ്വാസം കണ്ടറിയാം നമ്മളിന്നൊരു കലക്കുന്നത്. നമ്മൾ ഉച്ചതിരിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു 1-1.5 മണിയായിട്ടുണ്ട്. പുറത്ത് നല്ല വെയിലുണ്ട്. ഏതായാലും നല്ലൊരു ഉദ്ദേശത്തോടു കൂടി പുറപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഉള്ളത് മക്ക ടു ജിദ്ദ ഹൈവേയിലാണ്. പൊതുവേ ഈ റോഡ് നല്ല തിരക്കുണ്ടാവേണ്ടതാണ്.
പിന്നെ ഇപ്പോൾ ഉംറയൊക്കെ ഇല്ലാത്തതുകൊണ്ട് റോഡ് തിരക്ക് കുറവാണ്. പിന്നെ അതുപോലെ പുറത്ത് അത്യാവശ്യം ചൂടുമുണ്ട്. അതും ഒരു കാരണമാണ്. പുറത്ത് ആൾക്കാർ ഈ ഉച്ച സമയത്ത് പുറത്തിറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ റോഡ് കാലിയാണ്. അനസ് ഒരുപാട് കാര്യങ്ങൾ ജിദ്ദയെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു കേൾവിക്കാരനായിരുന്നു. കാരണം അനസ് ഒരുപാട് കാലം ഇവിടെ ഉണ്ടായിരുന്നു. സ്കൂൾ ലൈഫൊക്കെ ഇവിടെ ആയിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ അടുത്ത വ്ളോഗ് ചെയ്യാനുള്ള പ്ലാനുകളും നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയകളൊക്കെ ഡിസ്കസ് ചെയ്തു. മുബഷിർക്ക് ആ കാണുന്ന ബിൽഡിങ് ഏതാണെന്നറിയോ? ഏത്? അത് ടോർച്ച് ടവർ അല്ലേ? അത് മലയാളികളിൽ ഇട്ട പേരല്ലേ ടോർച്ച് ടവർ, അതല്ല അതിൻ്റെ പേര്. അപ്പോൾ പിന്നെ അതിൻ്റെ പേരെന്താ? ഞാനിവിടെ വന്ന കാലത്ത് ആരോ എന്നോട് പറഞ്ഞു അത് ടോർച്ച് ടവർ. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ലാൻഡ് മാർക്കൊക്കെ പറയുമ്പോൾ അത് ടോർച്ച് ടവർ എന്നുള്ള പേരിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഫ്ലാഗ് പോളിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ആയി. അപ്പോൾ അനസ് പറഞ്ഞു റെഡി ആയിരുന്നോളി, നമ്മൾ കാണാൻ കാത്തിരുന്ന ഫ്ലാഗ് പോൾ അടുത്തെത്തിയിട്ടുണ്ടെന്ന്. ആ ദൂരെ കാണുന്ന വെള്ള തൂണില്ല, അതാണ് നമ്മളെ ഫ്ലാഗ് പോൾ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഫ്ലാഗ് പോൾ. പക്ഷെ അതിൻ്റെ മേലെ പതാക ഇല്ല, ഫ്ലാഗില്ല. ഏതായാലും അത് കണ്ടു. പിന്നെ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് ക്യാമറയിൽ ഒതുങ്ങിയിട്ടില്ല. നമ്മൾ വന്നത് നല്ല പാറിപ്പറക്കുന്ന പതാകയൊക്കെ കാണാനാണ്. പക്ഷേ ഇവിടെ വന്നോക്കുമ്പോൾ പതാക ഇല്ല. പിന്നെ ഇളനീർ കൊടുക്കാൻ പോയേക്കുമ്പം മണ്ടയില്ലാത്ത തെങ്ങ് കണ്ട അവസ്ഥയാണ്. ഏതായാലും ആ ഒരു നിരാശ എൻ്റെയും അനസിൻ്റെയും മുഖത്തുണ്ടായിരുന്നു. ആ നിരാശ സമ്മാനിച്ച ചിരിയിലും പിന്നെ സങ്കടത്തിലും നമ്മൾ തിരിച്ചു പോന്നു. നമ്മൾ നേരത്തെ കണ്ട ഒരു ടവറില്ലേ, ടോർച്ച് ടവർ എന്ന് പറഞ്ഞാൽ, ശരിക്കും അതിൻ്റെ പേര് ജിദ്ദ പോർട്ട് കൺട്രോൾ ടവർ എന്നാണ്. ഇത് ഇവിടുത്തെ തുറമുഖത്തിൻ്റെ സർവൈലൻസ് കൺട്രോളൊക്കെ ഉള്ളൊരു ടവറാണ്. ആ അങ്ങേ അറ്റത്ത് കാണുന്നതാണ് ഇവിടുത്തെ തുറമുഖം ജിദ്ദ പോർട്ട് എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ ഇന്നത്തെ ഔട്ട്ഡോർ റൈഡ് ഏകദേശം അവസാന ഘട്ടത്തിലെത്തി. അപ്പോൾ അടുത്ത ട്രാവൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും വരും. ആ റൈറ്റ് സൈഡിൽ എൻഡിൽ കാണുന്നത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. നമ്മുടെ വസീരയിൽ നമ്മൾ റൂമിനടുത്തുള്ളതാണ്. ഏകദേശം അതിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുവാണ്. നമ്മളൊരു ദിവസം അവിടെ പോകുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. നല്ല വിശപ്പുണ്ട്. നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാൻ പോവാം. മട്ടൺ പംകിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ദോശയും കുബൂസുമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഓഫീസിൻ്റെ അകത്തായതുകൊണ്ട് ചെറിയൊരു സെറ്റപ്പിലാണ് കഴിക്കുന്നത്.
മുബഷിറിന്റെ മട്ടൻ എന്തായാലും മട്ടൺ പംകിൻ. മുബഷിറിന്റെ ഫുഡ് ഒന്നും പറയാനില്ല. കാരണം മൂപ്പര് സൂപ്പർ മാസ്റ്റർ ഷെഫാണ്. നമുക്ക് അങ്ങനെ മൂപ്പരുടെ ഫുഡ് കഴിക്കാൻ ഒരുപാട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. സൂപ്പറാണ്. والدين الأبراهيم ناقص ويدين ما بيشوف بيشوف أنا بس شوف أكل. اوكي كيفك وليد؟ 100 الحمد لله. كويس ان شاء الله. شكرا. هذا الجمله مطعم ممكن وليد هذا مطعم ممكن شو هذا أكل. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഫുഡ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ അനസ് ബ്രോ ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേര് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ജിദ്ദ മല്ലു വ്ളോഗ്സ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസിലിടുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.